ഈ വെള്ളിയാഴ്ച യേശുവിൻ്റെ കുരിശിനരികെ നിന്നിരുന്ന അവൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. കാൽവരിയിൽ യേശുവിൻ്റെ കുരിശിനരികിൽ മറിയം ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു കാര്യം തീർച്ചയാണ്. ആ ദിവസങ്ങളിൽ ജെറുസലേമിൽ യേശുവിന് സംഭവിച്ചതിനെല്ലാം അവൾ സാക്ഷിയായി എന്നർത്ഥം. ചമ്മട്ടിയടിയേറ്റും മുൾമുടി ധരിപ്പിക്കപ്പെട്ടും വരുന്ന പുത്രനെ അവൾ കണ്ടു. തുപ്പലുകൾ കൊണ്ട് നിറഞ്ഞവൻ, അവൻ്റെ നഗ്ന ശരീരം മരണവേദനയിൽ പൊളയുന്നത് അവൾ കണ്ടു. പടയാളികൾ വസ്ത്രം പങ്കുവയ്ക്കുന്നതും അവൾ സ്നേഹപൂർവ്വം തുന്നിയ മേലങ്കിക്കു വേണ്ടി ചിട്ടിയിടുന്നതും അവൾ കണ്ടു. അവളും ആ കയ്പു കാസ അവസാനം വരെ കുടിച്ചു. കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ കന്യകാമാതാവിനെക്കുറിച്ച് രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ഇപ്രകാരം പറയുന്നു: കുരിശിൻ്റെ ചുവടുവരെ പുത്രനുമായുള്ള ഐക്യത്തിൽ അവൾ വിശ്വസ്തത പുലർത്തി. അവിടെ അവൾ മാതൃഹൃദയത്തോടെ അവൻ്റെ ബലിയിൽ ഐക്യപ്പെട്ടു. മറിയത്തെപ്പോലെ വിശ്വാസവും പ്രത്യാശയും വേണ്ട അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ട്. ഒരു തോൽവിക്ക് പുറമെ മറ്റൊരു തോൽവി. എല്ലാ വശത്തും അന്ധകാര ശക്തികൾ പ്രബലപ്പെടുന്നുവെന്ന് തോന്നുന്ന സമയം. ഈ മണിക്കൂറുകളിൽ മറിയത്തോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, എനിക്ക് അങ്ങയെ മാത്രം മതി. എൻ്റെ രക്ഷകനായി, എൻ്റെ സ്നേഹമായി അങ്ങ് മാത്രം. ആമേൻ.